നമസ്കാരം. ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും കൊൽക്കത്തയിലേക്കുള്ള വിമാന സർവീസുകൾ ഗണ്യമായി കുറയ്ക്കുന്നു എന്നാണ് കിട്ടുന്ന വിവരം. ഇന്ത്യൻ എയർലൈൻ കൊൽക്കത്തയ്ക്കും ധാക്കയ്ക്കും ഇടയിൽ ആരംഭിക്കാനിരുന്ന ഒരു സർവീസ് പദ്ധതി പൂർണ്ണമായും ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്നും കൊൽക്കത്തയിലേക്കുള്ള 84 സർവീസുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 24 സർവീസുകളാക്കി കുറച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ പല കമ്പനികളുടെയും വിമാന സർവീസുകൾ പകുതിയിലേറെ വെട്ടിക്കുറക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 7391 യാത്രക്കാർ ദിനംപ്രതി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1646 യാത്രക്കാർ മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഇൻഡിഗോയുടെ 62 സർവീസുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് 44 മാറി. അത്തരത്തിൽ ബംഗ്ലാദേശിൻ്റെ സർവീസ് പൂർണ്ണമായും നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കൃത്യമായും യാത്രക്കാർ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ വിമാന സർവീസുകൾ വെട്ടിക്കുറക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിമാന കമ്പനികൾ അറിയിക്കുന്നത്. അതോടൊപ്പം ടൂറിസം മേഖല, വ്യാപാര മേഖല ഒക്കെ സ്തംഭിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് അവിടുത്തെ വ്യാപാരികളും ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും പറയുന്നു. പ്രധാനമായും ഓഗസ്റ്റ് 13 മുതൽ ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കലാപം മുതൽ ബംഗ്ലാദേശിലേക്ക് ആളുകൾ വരുന്നതിന് വൈമുഖ്യം കാണിച്ചിരുന്നു. ഇപ്പോൾ അവിടെ ഹിന്ദുക്കൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ കൂടുതൽ പേർ വരാൻ മടിക്കുന്ന ഒരു രാജ്യമായി ബംഗ്ലാദേശ് മാറിയിരിക്കുകയാണ്. അതോടൊപ്പമാണ് ഇന്ത്യ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നതിനെ നോക്കിക്കാണുകയാണ് ലോകരാജ്യങ്ങൾ. അതൊക്കെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ തകർത്തുകൊണ്ട് അവരുടെ വിമാന സർവീസുകളിൽ അടക്കം ഗണ്യമായ കുറവുകൾ വരുമ്പോൾ ടൂറിസം മേഖലയിൽ അടക്കം അത് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. കൊറോണയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.